ഹലോ എവരി വൺ, വെൽക്കം ടു എക്സാൻവേ ലേണിംഗ്. ഇന്ന് നമ്മുടെ മെൻ്റൽ എബിലിറ്റി സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവല്ലേ? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എ റേസ് സ്റ്റാർട്ടഡ് അറ്റ് 11:16 AM. 11:16 AM ഒരു റേസ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ക്രോസ് ദ ഫിനിഷ് ലൈൻ കെയിം അറ്റ് 1:22 PM. ഓക്കെ, നമ്മൾ ഒരു റേസ് ആകുമ്പോൾ പല ആളുകളുണ്ടാവും അല്ലേ? അതിൽ ഫസ്റ്റ് വന്ന ആൾ ഈ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്തത് 1:22 PM. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്യേണ്ടത് 11:16 സ്റ്റാർട്ട് ചെയ്തത്, 1:22 PM ഫസ്റ്റ് ആദ്യത്തെ ആൾ ആ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്തത്. ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ദ ഫസ്റ്റ് പേഴ്സൺ ടു റീച്ച് ദ ഫിനിഷ് ലൈൻ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് കിട്ടിയ ആൾക്ക് ഫിനിഷ് ലൈനിൽ എത്താൻ, സ്റ്റാർട്ട് ചെയ്തിട്ട് ഫിനിഷ് ലൈനിൽ എത്താൻ ടോട്ടൽ എത്ര ടൈം എടുത്തു? അതാണ് ചോദ്യം. ഈസിയായിട്ട് കണ്ടൂടെ? 11:16 സ്റ്റാർട്ട് ചെയ്തത്, 1:22 PM ആൾ ഫിനിഷ് ലൈന് ക്രോസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 11:16 മുതൽ 1:22 വരെ ടോട്ടൽ എത്ര ടൈം ഉണ്ടായി നോക്കിയാൽ മതി. നമുക്ക് ഈസിയായിട്ട് നോക്കിക്കൂടെ? 11:16 അങ്ങനെയാണെങ്കിൽ 12:16 ആകുമ്പോൾ 1 hour ആയി. പിന്നെ 1:16 ആകുമ്പോൾ എന്തായി? 2 hour ആയി അല്ലേ? സോ എന്തായാലും 2 hour പ്ലസ് കുറച്ച് ടൈം ഉണ്ടാവുക. ഇവിടെ ഓപ്ഷൻ എ എന്തായാലും റോങ് ആണ് പറയുന്നത്. ഇവിടെ 13 hours എന്ന് പറഞ്ഞത് എന്തായാലും വരില്ല. 1 hour അല്ല, എന്തായാലും 2 hour പിന്നെ കുറച്ച് ടൈം. ഈ 2 hour 13 minutes ഉണ്ട്, 2 hour 6 minutes ഉണ്ട്. ഇതിലും ഇപ്പോൾ സാറിന് എനിക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണ്. കാരണം എന്താ? നമ്മൾ 11:16 തുടങ്ങി, 12:16 1:16 ആയപ്പോൾ 2 hour ആയിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് 1:22 ആവാൻ എന്തായാലും 38 minutes ആവശ്യമുണ്ടോ? ഇല്ല, വെറുതെ ഒരു 5 or 6 minutes ആവശ്യമുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നോക്കാം. 1:16 ആകുമ്പോൾ 2 hours. സർ എഴുതി കാണിച്ചു തരാം. ഇവിടെ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ 11:16 സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 12:16 ആകുമ്പോൾ എത്രയായി? 1 hour ആയി. ഇനി 12:16 മുതൽ 1:16 ആകുമ്പോൾ 1:16 PM ആകുമ്പോൾ ഒരു 1 hour കൂടി ആയി. ഇപ്പോൾ ടോട്ടൽ 2 hours ആയി. ഇനി 1:16 ആൾ എൻഡ് ചെയ്തത് അല്ലേ? 1:22 സോ 1:16 മുതൽ 1:22 വരെ ടോട്ടൽ എത്ര ടൈം ഉണ്ടാവുക? 16, 17, 18, 19, 20, 21, 22 6 minutes ഉണ്ടാവുക. സോ ടോട്ടൽ എത്ര ടൈം എടുത്തത്? 1 hour and 6 minutes. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. ക്ലിയർ അല്ലേ? എന്തായാലും നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ആൻ ആരോ മേക്ക് ആൻ ആംഗിൾ വിത്ത് ദ ലെവൽ ഗ്രൗണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യം. ഒരു ആരോ എന്നാൽ എല്ലാവർക്കും അറിയില്ലേ? ആരോ ലെവൽ ഗ്രൗണ്ടിനേറ്റ് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതാണ് നമ്മളെ ആരോ. ഈ ആരോ ഗ്രൗണ്ടിനേറ്റ് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ആസ് ഷോൺ ഇൻ ദ ഫിഗർ. വിച്ച് ബെസ്റ്റ് നെയിം ദിസ് ആംഗിൾ? ഇതിൽ നമുക്ക് തന്ന ഓപ്ഷൻസിൽ ഏതാണ് ഈ ഒരു ആംഗിളിനെ ബെസ്റ്റ് ആയിട്ട് നെയിം ചെയ്യാം? ഒബ്റ്റ്യൂസ് എന്നാണോ, സ്ട്രെയിറ്റ് എന്നാണോ, റൈറ്റ് എന്നാണോ, അക്യൂട്ട് എന്നാണോ? സോ എന്താണ് ഒബ്റ്റ്യൂസ്, അക്യൂട്ട്, സ്ട്രെയിറ്റ്, റൈറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയോ? നമ്മൾ റൈറ്റ് ആംഗിൾ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ ലാസ്റ്റ് സെഷനിലും ഈ റൈറ്റ് ആംഗിൾ നമ്മൾ പറഞ്ഞിരുന്നില്ലേ? റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഇവിടെ 90 ഡിഗ്രി വരുന്ന ആംഗിൾസിനാണ് നമ്മൾ എന്ത് പറയാം? റൈറ്റ് ആംഗിൾ എന്ന് പറയാം. ഈ റൈറ്റ് ആംഗിളിനേക്കാളും ചെറിയ ആംഗിൾസിനാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. ആൻഡ് റൈറ്റ് ആംഗിളിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ആംഗിളിനാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ. സോ നമ്മൾ ആംഗിൾ വരക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ റൈറ്റ് ആംഗിളിനേക്കാളും ചെറിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് എൽ ഷേപ്പിനേക്കാളും ചെറിയ ആംഗിൾസ് ആണ് ഈ ഇങ്ങനത്തെ ആംഗിൾസ് അല്ലേ? ഇപ്പോൾ ഈ ഒരു ആംഗിൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അക്യൂട്ട് ആംഗിൾസ് ആണ്. ഇനി ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിളിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളത് അല്ലേ? ഇപ്പോൾ വരച്ച ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിളാണ്. ഇനി സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈന് വരെ വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ എന്തായി? അത് സ്ട്രെയിറ്റ് ആംഗിളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആൻസർ ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ഒബ്റ്റ്യൂസ് ആംഗിളാണ്. ഈ ശരി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാലേ? ഇവിടെ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് വരിക ഏകദേശം അല്ലേ? റൈറ്റ് ആംഗിൾ വരിക. അതിനേക്കാളും ഗ്രേറ്റർ ആണുള്ളത് ഈ ഒരു ആംഗിൾ ഫോം ചെയ്തുള്ളത്. സോ അത് ഒബ്റ്റ്യൂസ് ആംഗിളാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് എ ഈക്വൽ ടു 5 വിച്ച് നമ്പർ സെൻറ്റൻസ് ഈസ് ട്രൂ? ഇവിടെ എ എന്നുള്ള വാല്യൂ നമുക്ക് 4 ഓപ്ഷൻസിലും എ വെച്ചിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ എ × 4 = 20 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 12 + a = 7, a - 3 = 8, 12 / a = 10. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ ഈക്വൽ ടു 5 ആണ്. എൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യുക? 5 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആവുക എന്നുള്ളത് നോക്കിയാൽ മതി. സോ ഫസ്റ്റ് ഓപ്ഷൻ എ × 4 = 20 എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ ഉള്ളത്. ഇതിൽ എക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക? എ എന്നുള്ളതിൻ്റെ പകരം നമ്മൾ 5 എന്നിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ചെയ്ത് നോക്കുക. സോ 5 ഇട്ട് ചെയ്ത് നോക്കുമ്പോൾ എത്ര ആൻസർ വരിക? 5 × 4 = 20. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. സോ നമ്മൾ ആൻസർ ചെയ്താൽ വരിക
ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ്. ഇനി ഓപ്ഷൻ ബിയും സിയും ഒക്കെ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. സോ ഓപ്ഷൻ ബിയിൽ എന്താ പറയുന്നത്, എ മൈനസ് 3 ഈക്വൽ ടു 8, എ മൈനസ് 3 ഈക്വൽ ടു 8 എന്ന് പറഞ്ഞത്. ഇതിൽ എൻ്റെ പകരം 5 ഇട്ട് കൊടുക്കുക. 5 മൈനസ് 3 ഈക്വൽ ടു 8 ആണോ? ഇത് റോങ് അല്ലേ? 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 2 ആണ് വരിക. 2 ഈക്വൽ ടു 8 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അതുപോലെ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ചെയ്യുകയാണെങ്കിലും ഇവിടെ ഓപ്ഷൻ സിയും ഡി ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കാം. 12 പ്ലസ് എ ഈക്വൽ ടു 7 എന്ന് പറഞ്ഞത്. ഈ 12ൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യുക? 12ൻ്റെ പകരം അല്ല, എൻ്റെ പകരം നമ്മൾ 5 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി? 12 പ്ലസ് 5 ഈക്വൽ ടു 7 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 12 പ്ലസ് 5 എത്ര? 17 ആണ് വരിക അല്ലേ? സോ ഇവിടെ ഈ ഒരു ഓപ്ഷനും റോങ് ആയി. ഇനി അതുപോലെ ഓപ്ഷൻ ഡി ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഓപ്ഷൻ ഡി ചെയ്ത് നോക്കണം. 15 ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു. എൻ്റെ പകരം 5 ഇട്ട് കൊടുക്കുക. 15 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 10 ആണോ? അല്ല, 15 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 3 ആണ് വരിക അല്ലേ? സോ ആ ഒരു ഓപ്ഷൻ ഡിയും റോങ് ആണ്. നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? ഈ രൂപത്തിൽ നമ്മൾ ഓപ്ഷൻസിൽ നമ്മൾ ആൻസർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താൻ പറ്റും. നമ്മൾ അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോകാം. വിച്ച് ഈസ് ട്രൂ? ഇതിലേതാണ് ട്രൂ എന്നുള്ളതാണ്. നമുക്ക് കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്മൾ ഓപ്ഷൻസിലൊക്കെ നമ്പേഴ്സാണ്. ആൻഡ് നമ്പേഴ്സ് കമ്പയർ ചെയ്യാം അല്ലേ? ഇതിലൊക്കെ പറയുന്നത് ഫസ്റ്റ് നമ്പർ ഈസ് ലെസ് ദാൻ സെക്കൻഡ് നമ്പർ. അതാണ് എല്ലാ ഓപ്ഷൻസിലും പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഇതിലേതാണ് ഗ്രേറ്റർ വാല്യൂ, ആ ഒരു സൈൻ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത് നോക്കിയാൽ മതി. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം കമ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ടത് എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് നോക്കേണ്ടത്. ഇപ്പോൾ അതായത് ഇപ്പോൾ സർ പറയാണ് ഞാനിവിടെ 23ഉം 200ഉം കമ്പയർ ചെയ്യാണ്. അപ്പോൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യം നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാം 200 ആണ്. കാരണം എന്താ? ഈ ഫസ്റ്റ് നമ്പറിന് ഇവിടെ വെറും 2 ഡിജിറ്റ്സ് ഉള്ളൂ, ഇവിടെ 3 ഡിജിറ്റ്സ് വന്നു അല്ലേ? സോ എപ്പോഴും ഡിജിറ്റ്സ് കൂടുന്ന നമ്പർ ആയിരിക്കും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ. സോ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിലെ ഡിജിറ്റ്സ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത്. ഇവിടെ എത്ര ഡിജിറ്റ്സ് ഉള്ളത്? 3, 6, 7 ഡിജിറ്റ്സ്. ഇവിടെയും 3, 6, 7. സോ ഡിജിറ്റ്സ് എല്ലതും കറക്റ്റാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ഡിജിറ്റ്സിൻ്റെ എണ്ണം നോക്കും. ഈ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും ലെഫ്റ്റിൽ വരുന്ന വാല്യൂവിൽ രണ്ട് നമ്പറിലെയും ലെഫ്റ്റിലുള്ള വാല്യൂ നോക്കുക. അതിൽ ഏതാണോ ഗ്രേറ്റർ ആയിട്ട് വരുന്നത് അതായിരിക്കും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ. സോ ഇവിടെ രണ്ടിടത്തും 2 എന്നാണ് വന്നത്. സോ ആ ഒരു ലെവലിൽ രണ്ടിലും രണ്ടും ഈക്വൽ ആണ്. ഇനി അടുത്തത് ഇവിടെ 9 വരുന്നു, ഇവിടെ 8 വരുന്നു. സോ ഏതായിരിക്കും വലിയ വാല്യൂ? 9 വരുന്ന വാല്യൂ ആയിരിക്കും വലിയ വാല്യൂ. സോ ആ ഒരു വലിയ വാല്യൂ ഏതാണോ അവിടേക്കാണ് ഇതിൻ്റെ മൗത്ത് വരേണ്ടത് അല്ലേ? സോ ഈ ഒരു ഇത് കറക്റ്റ് ആണോ? അല്ല, ഇത് റോങ് ആയി. ഓപ്ഷൻ എ റോങ് ആയി. ഇനി ഓപ്ഷൻ ബി നോക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുക നമ്പർ ഓഫ് ഡിജിറ്റ്സ് നോക്കുക. ഇവിടെ 6, 7, ഇവിടെയും 3 + 3 6 + 7, ടോട്ടൽ 7 ഡിജിറ്റ്സ് ആണ് രണ്ടിലുള്ളത്. സോ ആ ഒരു ഡിജിറ്റ്സിന് നമ്മൾ നോക്കി. അടുത്ത നമ്മൾ എന്ത് ചെയ്യുക? ഈ ഓരോരോ ലെഫ്റ്റ് നിന്ന് ഓരോരോ പ്ലേസിലുള്ള വാല്യൂസ് കമ്പയർ ചെയ്യുക. ഇവിടെ രണ്ടും 2 ആണ്, ഇവിടെ 1ഉം ഇവിടെ 0ഉം. സോ 1 വാല്യൂ ആണ് ഗ്രേറ്റർ എൻഡ്. 0നേക്കാളും വലിയ വാല്യൂ 1 ആയതുകൊണ്ട് ഈ 1 വാല്യൂ ആണ് ഗ്രേറ്റർ എൻഡ്. ബട്ട് ഇവിടെ തന്നതോ നേരെ തിരിച്ചാണ്. സോ ഓപ്ഷൻ ബിയും റോങ് ആണ്. ഇനി ഓപ്ഷൻ സി, ഇവിടെയും 3 + 3 6 + 1 7, ഇവിടെയും 3 + 3 6 6 + 1 7. ടോട്ടൽ ഡിജിറ്റ്സ് കറക്റ്റ് ആണ്. ഇനി എന്ത് ചെയ്യുക? വാല്യൂസ് നോക്കുക. 2, ഇവിടെയും 2, ഇവിടെ 8, ഇവിടെ 8, ഇവിടെ 7, ഇവിടെ 9. സോ 9 വാല്യൂ ആണ് കറക്റ്റ് ഗ്രേറ്റർ ആയിട്ട് വരേണ്ടത്. ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ് അല്ലേ? സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കേണ്ടത്. ഇനി ഓപ്ഷൻ ഡി നോക്കിയാൽ ആൻസർ റോങ് ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ 3 + 3 6 + 7, ഇവിടെയും 3 + 3 6 6 + 1 7. രണ്ടിലും ഡിജിറ്റ്സ് ഈക്വൽ ആണ്. എന്ത് ചെയ്യാം? ഇനി നമ്മൾ പ്ലേസ് വാല്യൂ ഓരോ പ്ലേസിലുള്ള വാല്യൂസ് നോക്കുക. ഇവിടെ 2, 2, ഇവിടെ 4, ഇവിടെ 3. സോ 4 വാല്യൂ ആണ് ഗ്രേറ്റർ വരേണ്ടത്. ആൻസർ റോങ് ആയി. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.